തുളസി നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നിവിടെ അയർലൻഡിലും അടിപൊളിയായിട്ട് തുളസിയൊക്കെ വളരുമെന്ന് ഞാൻ ഈ അടുത്താട്ടോ അറിഞ്ഞത്. നമ്മുടെ വീടിനടുത്ത് ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി വീട്ടിൽ വന്ന കൂട്ടത്തിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോഴാണ് ചേച്ചി പറയുന്നത്, ചേച്ചിയുടെ കയ്യിൽ ഇവിടുത്തെ തുളസിയുണ്ട്. അത് നല്ലതുപോലെ വളരും. ഒരുപാട് ബുഷിയായിട്ട് വീട്ടിൽ നിൽപ്പുണ്ടെന്ന്. കേട്ടപ്പോൾ തൊട്ട് എനിക്കത് വേണമെന്നുള്ള ഒരു ഇതായിപ്പോയി. ചേച്ചി പറഞ്ഞു അതിനെന്താ തരാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി അടുത്തോട്ട് പോയിട്ട് അത് വാങ്ങിക്കാൻ പോവാണേ. അപ്പോൾ ചേച്ചിക്ക് കുറച്ച് ചീരത്തൈ വേണം. അതാണ് ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പെറുക്കിക്കൊണ്ട് പോയത്. അപ്പോൾ അവിടുന്നുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിയിട്ട് വീട്ടിലോട്ട് വന്നതാ. ഇതിൻ്റെ കൂട്ടത്തിൽ ചേച്ചി എനിക്ക് 2 പനിക്കൂർക്കയുടെ തണ്ടൂടെ തന്നിട്ടുണ്ടായിരുന്നേ. ഇത് കൃഷ്ണതുളസിയുടെ മണമല്ല. ഇതിന് കർപ്പൂര തുളസിയില്ലേ നമ്മുടെ നാട്ടിലെ, അതിൻ്റെ ആ ഒരു മണമാണ്. പിന്നെ ഇത് വിൻ്ററിലും പുറത്ത് വെക്കാൻ പറ്റും. വിൻ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും സമ്മർ ആയി കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടിക്കിളിച്ച് വരും ട്ടോ. ചെറിയ നീല പൂക്കളുണ്ടാവുമെന്നാണ് പറഞ്ഞത്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള തുളസിയുടെ മണം തന്നെയാ.